അതിലേക്കൊന്നുമില്ല കാര്യപ്പെട്ട നാലിലേക്ക് ആയുസെന്ന് പറഞ്ഞ ആയുസ പുരുഷനൊക്കെ ഇരിക്കണം മോന് സ്വന്തം തീരുമാനം കണ്ട മോനാണ് സ്വന്തം അഭിപ്രായം സ്വന്തം ഇഷ്ടം ആരും വേണ്ടതല്ല ഇഷ്ടമല്ല എല്ലാവരും എനിക്ക് വേണമെന്നാൽ എന്റെ വ്യക്തിമായുള്ള കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം എരുവൾ തടിച്ചുരുണ്ടാവല്ല നല്ലൊരു മനസ്സിന്റെ ഉടമയാ ശുദ്ധല്ല മനസ്സാ കളങ്കല്ല കേട്ടാ കയ്യോ ഓട്ട കയ്യാ പൈസ ഇരിക്കൂല എത്രയോ പൈസ കയ്യിൽ വന്നിട്ടുണ്ട് എത്രയോ പൈസ പോയിട്ടുണ്ട് ചെലവ് വരവ് കണക്കൂട്ട ചെലവ് കൂടുതലാ വരവ് കുറവാ ഏത് മാന്യന്മാരെ മുമ്പ് പോയാൽ നമുക്ക് സീറ്റും വിലയുണ്ട് കേട്ടാ രക്തബന്ധങ്ങളെക്കാൾ കിട്ടുന്ന സ്നേഹബന്ധ ജാതി മതം വ്യത്യാസമില്ല സ്നേഹം നിൽക്കുള്ളൂ കടക്കാരൻ മോനെ കീഴടങ്ങുമ്പോൾ പാപങ്ങൾക്ക് എന്തും ചെയ്യും മോന്റെ കൈ കൊണ്ട് അങ്ങനെ ഇങ്ങനെ ഒരു 10 രൂപ കുട്ടികൾ കിട്ടിയാൽ നല്ലതാ കേട്ടാ നിന്റെ കയ്യിലത്തെ കിട്ടിയാലും കണി കണ്ടാലും നല്ലതാ ഒരാൾ നോക്കും അറിയില്ല പിന്നെ ജനങ്ങൾക്ക് പ്രിയപ്പെട്ട മോന ആരെങ്കിലും ഒരു സീറ്റ് വിലയുണ്ട് വീട്ടിറങ്ങിയാ മുതലാളിയാ വിട്ടു തന്ന തൊഴിലാളി 5 മിനിറ്റ് കൊണ്ട് കുടുംബത്തിലുള്ളവരെ ചൂടാക്കി 5 മിനിറ്റ് അത് മനസ്സിൽ തന്നെ പറയുന്നത് മാത്രം ആയുസ്രേഖ അന്യരേഖ കുറേയുള്ള ഭക്ഷണം കൃത്യസമയത്ത് ഭക്ഷണത്തിന് കൊടുക്കൂല രക്തബന്ധങ്ങളെക്കാളും കിട്ടുന്ന സ്നേഹബന്ധ മോന്റെ സ്വഭാവം മോന്റെ സത്യങ്ങൾ മനസ്സിലാക്കി പെരുമാറുള്ള കഴിവ് മോന്റെ കുടുംബത്തിലുള്ളവർക്ക് മോന്റെ കുടുംബാദികളെ എല്ലാവരും മോൻ കണ്ടറിയുക കുടുംബം നോക്കണ്ട മോനെ മോന്റെ അമ്മ വളരെ കഷ്ടപ്പെട്ട ആളാ മക്കൾക്കും വേണ്ടിയിട്ടാ മോനക്കൊക്കെ മോനെ സമാധാനം അപ്പൊ മോളെ എന്റെ കൈരേഖ നോക്കട്ടെ ലക്ഷണമൊക്കെ ഉണ്ടല്ലോ പറയാൻ ഭർത്താവിനെ പറ്റിയിട്ട് മക്കളെ പറ്റിയൊക്കെ പറയാനുണ്ട് അവിടെ ഇരിക്കും എന്റെ കൈ കാണിക്ക് ഉണ്ടോ കൈ നിറച്ച് രേഖയില്ല 3 രേഖയുള്ളൂ ചെറുപ്പകാലേ സ്കൂൾ വിദ്യാഭ്യാസം പഠിച്ചു പഠിപ്പെല്ലാം മുന്നോട്ട് കൊണ്ടുപോയത് ജോലിക്ക് അർഹതപ്പെട്ട നേടാൻ ലക്ഷണമുണ്ട് കേട്ടാ രേഖയില് പിന്നെന്താ വസ്ത്രം മോഹിയ പൊന്നു മോഹിയല്ല കുളിച്ച് വന്ന് ഉടുത്ത ഡ്രസ്സ് കൊണ്ട് മുഖം തുടക്കരുത് ശ്രീമുഖത്ത് ശ്രീകൃഷ്ണൻ കുറയും കരിമങ്കൽ വെച്ച് വരും കേട്ടാ ഭക്ഷണം എനിക്ക് സമയത്തിനില്ല സമയം നേരം തെറ്റിയിട്ടാ എപ്പോഴും പുറത്താ വാഹനപ്രിയത്തിയാ പക്ഷെ അമ്മമ്മേന്റെ ശീലം സ്വഭാവം കിട്ടിയിട്ടുണ്ട് കയ്യോട്ടെ കയ്യാ 10 ഉറുപ്പ്യ കിട്ടിയ പല കണക്ക് കൂട്ടില്ല എന്താ ഭർത്താവ് രേഖ മോക്ക് 2 ഫലമുണ്ട് ഇന്നും തന്നെ ഒരു ഭർത്താവിനെ ചൊല്ലി മോക്ക് ഒരു വേദനപ്പെട്ട മോളാ ഒരു അവിഹിത ബന്ധത്തിനൊക്കെ സ്ഥാനം കിടക്കുന്നുണ്ട് കേട്ടാ എന്തോ ഉള്ളിൽ പെട്ട സ്ഥാനമൊക്കെ കിടക്കുന്നുണ്ട് നിനക്ക് മയപ്രയാസമുണ്ട് അതൊക്കെ തീർന്നു കിട്ടാനും നിന്റെ മനസ്സ് തെളിയാനും കുറഞ്ഞ കാലതാമസം ഉണ്ട് കേട്ടാ നീ നല്ല നിലയ്ക്കൊക്കെ എത്തും നല്ലൊരു ഭാവിയൊക്കെ നിനക്കുണ്ട് മക്കള് രേഖ 2 ഫലം അടുക്കളപ്പണി അമ്മ പറഞ്ഞു ചെയ്യിപ്പിക്കുന്നത് ഇഷ്ടമല്ല എന്റെ സ്വന്തം ഇഷ്ടത്തോടെ ചെയ്യണം 18 വയസ്സ് മേൽപോട്ട് വെച്ച് അധ്വാനം കണ്ടെത്തി നാളേക്ക് വേണ്ടി മക്കൾക്ക് വല്ല സ്വത്തോ ധനോ മുതലൊന്നും നേടി വെച്ചിട്ടില്ല നിന്റെ ഭർത്താവിന് നിനക്ക് 2 ഭർത്താവിനെ കൊണ്ട് 2 കാര്യം കിടക്കുന്നുണ്ട് പക്ഷെ ഭർത്താവിന് വേറൊരു ഭാര്യനെയും കൂടി ലക്ഷണത്തിൽ കാണുന്നുണ്ട് കേട്ടാ രേഖയില് അവിഹിത ബന്ധത്തിലേ ഏർപ്പെടേണ്ട ലക്ഷണമുണ്ട് രേഖയില് കൈവശമൊക്കെ ഉള്ളിൽപ്പെട്ട സ്ഥിതി കാണുന്നുണ്ട് ഭർത്താവ് രേഖനെ കൊണ്ട് അതൊന്നും ബേജാറാകാനില്ല അതൊക്കെ ശരിയായിട്ട് വരും മക്കള് രേഖ ഒരു ആൺകുട്ടിക്കും ഒരു പെൺകുട്ടിക്കും ഇനിയും ദൂരയാത്രയ്ക്ക് ഫലം കിടക്കുന്നുണ്ട് കേട്ടാ എന്താ നീ ഭർത്താവിന്റെ കുടുംബത്തെ കരെടുത്ത് വെച്ചു ബുദ്ധിദോഷം കൊണ്ട് നീ ഒരാളെയും വെറുപ്പിച്ചിട്ടില്ല ടൈം ദോഷം കൊണ്ട് പല ആപത്ത് വിഷമൊക്കെ അനുഭവപ്പെട്ട് പോയിട്ടുണ്ട് അതൊക്കെ സമാധാനമില്ല ചെറിയൊരു കാര്യം കിട്ടിയാൽ അത് വലുതായി മനസ്സ് ടെൻഷൻ അടിക്കും ആള് നല്ല മനസ്സ് ശുദ്ധന കൈയൊക്കെ നല്ല ഉഷാറ് അപ്പൊ ഇഷ്ടത്തരല്ല ആയുസ് പൊന്നു നോക്കൂ 101 കാലം ആയുസ് ഇന്ന് ഭർത്താവിനെ കൊണ്ട് ശ്രദ്ധിക്കാനും ലക്ഷണത്തിൽ കാണുന്നുണ്ട് അവിഹിത ബന്ധത്തിന്റെ ഒക്കെ ലക്ഷണമുണ്ട് അതൊക്കെ ശ്രദ്ധിച്ച് മോള് നല്ല നിലയ്ക്ക് എത്തും മോള് തരണം ചെയ്ത് ജീവിക്കാൻ നല്ലൊരു ഭാവി മോക്കുണ്ട് മോള് വിഷമിക്കേണ്ട പരാജയപ്പെടൂല പറയ് പറയ് എന്റെ കെട്ടിയോ പോകും പക്ഷെ നീ നല്ലോണം മനസ്സിരുത്തി ഉള്ളൊരുക്കി പ്രാർത്ഥിച്ചോ പോകൂല കൈവിഷമൊക്കെ പോകാനുള്ള അതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്ക് തന്നെ സ്വന്തമായിട്ട് കിട്ടും ഇപ്പൊ തൽക്കാലം വിട്ടു നിന്ന് ഒരു പെണ്ണായിട്ടുള്ള അവിഹിത ബന്ധമാണ് അതൊക്കെ വേർപെട്ട് പോകും ഉണ്ട് കൈവശമൊക്കെ പെട്ട സ്ഥിതി ഉണ്ട് അയ്യോ വന്ന എന്താടി എന്തപ്പോ ഇത് ഭദ്രകാളിയാ ശിവള് കണ്ണങ്കാവ് പൂരത്തിന് പോയി വന്നതല്ലേ എന്തൊരു കഷ്ടം എന്തിനപ്പോ ഇത് പൂരത്തിന് പോയിട്ട് അവിടെ നിന്ന് കരിങ്കാളീനെ കണ്ടിട്ട് ആ ബാധയായിട്ട കയറിയ
ഇന്നലെ കള്ളുടിച്ചതൊട്ടെ അറിഞ്ഞ കുരിപ്പ്. പക്ഷെ ഒരാൾ കണ്ട എന്താ വിചാരിക്കുക, വന്നിട്ട് തല്ലണ ഒരു കെട്ടിയോനെ. ഏയ് ശാപം ഇതിലാവട്ടെ. ഇനി തരത്തിലാണത് എന്താണ്? പറ, ആരാ അവിഹിതക്കാരി? അവിഹിതക്കാരി ആരാണ്? എന്ത് അവിഹിതക്കാരി ആരാ? ഏത് അതിവിഹക്കാരി? ഞാൻ അറിയാണ്ട് നിങ്ങളുടെ സ്നേഹിതനാ. പറ, ആരാ അവള്? അനക്കേ കണങ്കാവ് പോയപ്പോഴേ എന്തോ അവിടുന്ന് ആ പൂരപ്പറമ്പ് ഏതോ കരിങ്കാളിയാന്റെ മേത്ത് എടി ഇയല്ലാണ്ട് വേറെ ഏതാണ് എനിക്ക് ഒരു പെണ്ണ് ഉള്ളത്? അന്നെ ഞാൻ വിഹിതത്തിലാണ് നാട്ടുകാരനെ പിടിച്ച് കെട്ടിച്ചത്. ഇനി പിന്നെ വേറെ ഏതാ? അല്ല അതല്ല, ഞാൻ വെറുതെ ഏതാ വിഹിതത്തിന്റെ കാര്യം ജി പറയുന്നത്? ഏത് പെണ്ണ്? ഏത് പെണ്ണ് പറഞ്ഞാണ്? എന്തപ്പ പൂരപ്പറമ്പിലെ കുറത്തി അമ്മമാരെ കൊണ്ട് വലിയ ശല്യമായല്ലോ ഇപ്പത്. അവർ ഞങ്ങൾ പറഞ്ഞാണ്ട് കേട്ടിട്ട് അപ്പടിന്റെ വിശ്വസിച്ചിട്ട് വരിക. ഇജിപ്പ അത്ര നല്ല പുള്ളിയാ. എന്താ ഈ നോക്കണ്? ജലോള എന്തൊരു വല്ലോരും വല്ലോണ്ട് പറയുന്ന കേട്ടിട്ട് അപ്പം അങ്ങോട്ട് ചാടി പുറപ്പെട്ടിട്ട് പോരും. അപ്പൊ രണ്ടടി അടിച്ചെന്നെ, മനസ്സിലായ? ഇജിപ്പത്ര മുന്തിയോളൊന്നല്ലല്ലോ. അന്നെങ്ങനെ ഞാൻ കെട്ടിയത്? അത് ഇവിടെ നാട്ടുകാർക്കൊക്കെ അറിയാലോ, ചിലവർക്ക്. പിന്നെ അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എനിക്ക് കൊല്ലാൻ വരുന്ന ആളെ അണക്കിന്നെ കൊല്ലണം. എന്നെ കൊന്നാലല്ലേ അണക്ക് വേറെ ഏതെങ്കിലും രഹസ്യക്കാരുണ്ടാവും. എന്നിട്ട് പിന്നെ ഓൻ്റെ ഒപ്പം ചാടി പോവാനല്ലേ? അല്ലേ? ഇന്റെ ഒപ്പം ചാടി പോന്നോളല്ലേ? അല്ല ഇന്റെ ഒപ്പം ചാടി പോന്നാളല്ലേ ഈ? അപ്പൊ ഇഞ്ഞും ചാടും. ഒരു ദിവസം അങ്ങോട്ട് ഒന്ന് വന്ന ആ വഴിക്കേക്ക് അപ്പഴത്തിന് ഇജ്ജ് കണ്ണും കയ്യും കാട്ടിട്ടല്ലേ ഇന്നെ വളച്ചത്. കണ്ണും കയ്യും കാട്ടാൻ കുഴപ്പമില്ല. പണ്ടാറടങ്ങാൻ വേണ്ടിട്ട് അന്ന് വേണ്ടിയിരുന്നില്ല. അതുകൊണ്ട് ഇപ്പൊ എന്തായി, മാരണായി തീർന്നില്ലേ? അതുകൊണ്ട് കുടുംബം 4 മക്കളുണ്ട്. അതന്നെ ഉള്ളു. ആകെ അണ്ണി കണ്ട ആൾക്കാരും ജോത്സ്യനും കുറത്തിയമ്മമാരും അവരും ഇവരും പറയണത് വല്ല കൈനോട്ടക്കാരും വല്ലതും പറഞ്ഞു വെച്ചിട്ട് അതെന്റെ നെഞ്ഞത്തേക്ക് കയറാൻ വരല്ലേ ജി? അങ്ങനെ എന്തെങ്കിലും ഉണ്ടായ എനിക്ക് അങ്ങനത്തെ ഒരു സംഭവം ഇപ്പല്ല. മുമ്പൊക്കെ ചെറുപ്പത്തിന്റെ പ്രായത്തില് അപ്പോഴും ഉണ്ടായിരുന്നൊന്നുമില്ല. ഒന്നും ഉണ്ടായിരുന്നില്ല. എന്തൊരു കഥയെ നോക്കിത്. മണ്ടാറടങ്ങാൻ വേണ്ടിട്ട് ഇവിടുന്ന് പോവാ. ഞാൻ ഉമ്മാർക്ക് പോവുക, അല്ലെ പുറത്തേക്ക് പോട്ടെ. അങ്ങനെ പെങ്ങളെ പുറത്തു പോയിട്ട് സമാധാനം ഇരിക്കണ്ട. ഇവിടെ ഞാൻ വരും.